നാല് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും 25 നേടി കോട്ട പിടിച്ചു നിർത്തിയിട്ടുണ്ട് BJP. വിഭാഗീയതയും തർക്കങ്ങളും അതിജീവിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷി. കഴിഞ്ഞ തവണത്തേക്കാൾ 3 സീറ്റുകൾ കുറവ്. കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ കൂടി വേണമെന്നിരിക്കെ അണിയറയിൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട്ടെ BJPയുടെ വർഗീയ അജണ്ടയ്ക്ക് എതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്താണ്. ആകെ 53 വാർഡിലും കൂടി BJP കിട്ടിയത് 26,500 വോട്ടാണ്. 46,000-ലധികം വോട്ട് BJP വിരുദ്ധ വോട്ടുകളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. രണ്ട് മുന്നണികളും പരസ്പരം വോട്ട് കച്ചവടം നടത്തി, വോട്ട് കൈമാറ്റം നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാ സീറ്റുകളിലും ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വിജയിച്ചത്. 18 സീറ്റുമായി UDFും 9 സീറ്റുമായി LDFും നില മെച്ചപ്പെടുത്തിയപ്പോൾ അണിയറയിൽ നഗരസഭാ ഭരണത്തിനുള്ള കരുനീക്കങ്ങൾ തുടങ്ങി. 48-ാം വാർഡിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് വിമതൻ H. റഷീദിനെ പിന്തുണച്ച് BJPയെ താഴെ ഇറക്കാനാണ് ശ്രമം. മതേതര മുന്നണിക്ക് വേണ്ടി സഹകരിക്കുമെന്ന് H. റഷീദ് പറഞ്ഞു. ഞാൻ അങ്ങനെ ജനത്തിനോട് ചെയർമാൻ പദവി ഒന്നല്ല, ഞാൻ ഒരു സാധാരണ ഒരു കൗൺസിലർ മാത്രം ആഗ്രഹിച്ചിറങ്ങിയ ആളാണ്. ഞാൻ യാദൃശ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ജനത്തിൻ്റെ കൂടെ എന്നും എപ്പോഴും ഏത് സമയത്തിനും മതേതര കക്ഷിക്ക് പിന്തുണ കൊടുക്കും. ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാകും വിഷയത്തിൽ LDF നിലപാട് പറയുക. ഇരു നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ RSSും പണി തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.